എല്ലാരും എന്റെ കൂടെ ഉള്ളല്ലോ. ഞാൻ ഇതാ വീട്ടിലേക്കുള്ള വഴി കാണിക്കും. അപ്പോ ഇന്നത്തെ പരിപാടി വീട്ടിലേക്ക് വഴിയില്ല. ഇന്നത്തെ റാത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് കംപ്ലീറ്റ് പണം കൊടുത്ത ഐതന്റെ വീട്. ഹായ് ഐദ സെലിബ്രിറ്റീസ് കാണുന്നുണ്ട്. ഐദ നാട്ടിലെ ആളുകളാണ്, അയൽവാസിയാ. ഓക്കേ ഗൈസ്, ഫോളോ മീ. വാവ്, നിന്റെ ഗ്രൗണ്ട് എന്താണ്? കുളമാണോ? മറ്റേത് നിങ്ങൾക്ക് കുളം വേണോ ഗ്രൗണ്ട് വേണോ ചോദിച്ചാല് വാട്ടെ വൈബില് അടിപൊളി സ്ഥലം കേട്ടോ. എന്താ എന്റെ വീട്? പീപ്പിൾ ഇവിടെ വന്നോട്ടെ. അല്ല ആയതാ ഞാൻ ഉഗൂലയിക്കില്ലേ? ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചെറിയൊരു വ്ളോഗ് വീഡിയോ ആണെന്ന്. ഇന്ന് നമ്മൾ ഇവിടുത്തെ മുഴുവൻ ടീച്ചേഴ്സ് ഞങ്ങൾ മോർണിംഗ് ഒരു വൈബ് സെറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഹോട്ടലിൽ പോവാണ്. ഭയങ്കര ഇവിടുത്തെ ഫേമസ് ആയൊരു ഹോട്ടലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പലരും അറിയാൻ മതിയായിരിക്കും നമ്മൾ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്. ബാക്കി പരിപാടികളൊക്കെ നമ്മൾ ത്രൂ വീഡിയോസ് കാണാം. ഇപ്പോൾ ഞാൻ എന്തായാലും ഓഫീസിലാണ്. ഇപ്പോൾ സമയം നമ്മുടെ ഓഫീസിൻ്റെ മുന്നിലുണ്ട്. സമയം രാവിലെ 7:15. കുറേ ആളുകൾ ഉറങ്ങിണീക്കുന്നൊക്കെ പറഞ്ഞ് നോക്കട്ടെ എത്ര ആൾക്കാർ ഇവിടെ ഉറങ്ങിണീച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, എല്ലാം സംഭിച്ച് കിടക്കാണ്. എന്നാലും നമ്മൾ ഓഫ് ചെയ്യാത്ത നമ്മുടെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ മനുഷ്യൻ എടാ ഉറങ്ങിണീച്ചു എല്ലാവരും. യെസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. യെസ് എല്ലാവരും 1 2 3 പോവല്ലേ? എവിടെ ബാക്കിയുള്ളവര്? യെസ്. അപ്പോൾ നമ്മൾ പിന്നെ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എവിടേക്കാണ് എന്തൊക്കെയാണെന്നുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കേട്ടോ. യെസ്. എടാ ആരൊക്കെയാന്നുള്ളത് നമ്മുടെ കൂടെ? നിങ്ങൾ ഈ കാണുന്ന 4 ആൾക്കാർ തന്നെ ഉള്ളൂ? അല്ലല്ല, വേറെ കുറച്ച് ആൾക്കാരെ കൂടി ഉണ്ട്. എടാ പിന്നെ കുറെ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ വരും എന്ന് പറയും. പക്ഷെ കറക്റ്റ് രാവിലെ ആകുമ്പോഴത്തേക്ക് അതന്നെ ചേട്ടൻ വരാതിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇത് പോലല്ല, ഇന്ന് അവരൊക്കെ നമ്മൾ പിടിച്ചു കുത്താണ പരിപാടിയാണ്. എല്ലാം ഒരു വാക്ക് പറഞ്ഞ അവിടെ ബാക്കിയുള്ള മനുഷ്യന്മാരെ ഈ ചാമ്പലി എന്ന് പറഞ്ഞത് ജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ്. ഞാൻ ഇങ്ങനെ ഒരു ചാമ്പലിൻ്റെത് ജീവിതകാലം മുഴുവൻ ചാമ്പൽ. നമ്മൾ കിടക്കുമ്പോഴും എണീക്കുമ്പോഴൊക്കെ വിചാരിക്കണം ചാമ്പ മനുഷ്യന്മാർ പുറത്തുണ്ടെന്നുണ്ട്. മനുഷ്യന്മാരൊക്കെ പരിപാടി കറക്റ്റ് പ്ലാൻ ആക്കി സെറ്റ് ചെയ്യും. പക്ഷെ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, നമ്മളെ സ്കിപ്പ് അടിച്ച് നമ്മളെ ചാമ്പൽ ആൾക്കാർ. അണ്ണത് പോലല്ല, എല്ലാ ദിവസവും ഒന്നും പോലെ പെർഫെക്റ്റ് ബൈക്കാണ് ഇത്. മറ്റേ കാന്തമൈക്ക് ആരൊക്കെയോ ഫ്ലാറ്റിലേക്ക് കടന്നുറങ്ങുന്നുണ്ട്. മനോഹരി ആരാണ്? ഓക്കെ, പിന്നെ എല്ലാവരും ഞാൻ നമ്മളെ ഗ്രൂപ്പ് പോയി. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും. നമ്മൾ രാവിലെ എണീറ്റ് പോകുന്നു പറഞ്ഞാൽ പോയിരിക്കുന്നു പറയും. അപ്പൊ ആ വർത്തം ഇതിൽ മനസ്സിലാക്കണം. മുദ്ര ശ്രദ്ധിക്കണം. ഇനി ഒരു പാട്ടായാലോ രാവിലത്തെ? നിങ്ങളത് സഹിച്ചേ പറ്റൂ. ഓക്കെ, എന്റെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞ നമ്മൾ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാൻ പറയും സാറേ. ഇത് മുദ്ര ശ്രദ്ധിക്കുക. ഒരു ചെറിയ പാട്ട് രാവിലെ മോർണിംഗ്. മനോഹരി വേം പറഞ്ഞു ലൈറ്റ് ആയിട്ട് പടിയാത്. ചിറാപൂഞ്ചി മഴയത്ത് അത് വരട്ടെ. 1 2 3 നിലാവിന്റെ വെളിച്ചത്ത്. മതി. ഇനി ഒരു അക്ഷരം ഉണ്ടെന്താ ഒരു പാട്ട്. ഗൈസ്, നമ്മളെ പരിപാടി ആദ്യം ചാമ്പ്യ ആളാണിത്. ഇന്ന് രാവിലെ ഞങ്ങളെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഇയാൾ മുങ്ങി. കാറുണ്ടോ? ഈ മാവൂരുണ്ടോന്നല്ലേ ചോദിച്ചു. എന്റെ വണ്ടി ഉണ്ടോന്ന് ചോദിച്ചു. അണ്ണാ കളിക്കലട്ടെ, കാറൊപ്പിക്കണ്ണ കേറ്. നാട്ടിൽ പോകുമ്പോൾ ബസ് തന്നെ, നാട്ടിൽ വരുമ്പോൾ ബസ് തന്നെ. പഠിച്ചോ വിചാരിച്ചാ പോകും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആൾക്ക് ജിമ്മില. നമ്മളെ പാലാഴിയൊക്കെ പണ്ട് അങ്ങനെ ഇപ്പൊ മാറിപ്പോയിട്ടോ. ഇതാണ് ഗൈസ് എന്റെ നേറ്റീവ് പ്ലേസ്. ഇതാണ് പാലാഴി. പിന്നെ ഇത് ഞങ്ങളെ ബസ് സ്റ്റോപ്പ്. ഇതാ ഈ വഴിയാണ് എന്റെ വീട്ടിലേക്ക് പോവാ.
ഈ വഴിയാണ് എന്റെ വീട്ടിലുള്ള വഴി. ഓക്കെ, ഈ കറാച്ചി ഇവിടെ വെള്ളക്കെട്ടാണല്ലോ. ചെറിയ വെള്ളമുള്ളൂ, മഴ ആകുമ്പോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. അവന്റെ മേലെ നിർത്തിക്കല്ലേ. കാണുന്നുണ്ട് അണ്ണാൻഷാ നോക്കൂ. കൊള്ളാം മോനെ. ചെക്കന്മാർ രാവിലെ തന്നെ ഓടാൻ പോണത്. ഇങ്ങനെയുള്ള തലമുറ നമുക്ക് ഇതാണ് ലഹരി. ആരോഗ്യം സംരക്ഷിക്കുക. ഇതിങ്ങനെ തിന്ന് കുത്തിരിക്ക രാവിലെ തന്നെ. വീഡിയോ നോക്കി കുറെ കാര്യങ്ങൾ പറയാണ്ട്. അയ്യേ, അതിനാ ഞാൻ ഓണാക്കിയ തന്നെ. നിങ്ങൾ എക്സ്ക്ലൂസീവ്. ഇത് പക്ക എക്സ്ക്ലൂസീവാ. അങ്ങക്ക് ഒരു സാധനം കാണിച്ചത് ഗൈസ്. ഞാൻ ആദ്യമായി എന്റെ ബി.എഡ് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായി പഠിപ്പിച്ച സ്കൂൾ, എന്റെ ആദ്യത്തെ എന്താ പറയാ, നമ്മളെ ആദ്യത്തെ ഫസ്റ്റ് ഗ്രൗണ്ട്, ഹൗ ടു ബി എ ഗുഡ് ടീച്ചർ, ഹൗ ഡോണ്ട് ടു ബി എ ഗുഡ് ടീച്ചർ എന്നൊക്കെ വളരെ പിന്നെ പഠിച്ചൊരു സ്ഥലമാണ്. ഞാൻ എന്റെ ഫസ്റ്റ് പ്ലേസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ മാവൂരുള്ള ഒരു സ്കൂൾ. എത്ര കാലം പഠിപ്പിച്ചു അവിടെ? ഞാൻ അവിടെ 2 വർഷം. പക്ഷെ അതിന്റെ കോമഡി എന്താ അറിയോ, പിന്നെ 2 വർഷം, 1 വർഷം കംപ്ലീറ്റ് ഓൺലൈൻ. 10 ആയപ്പോ കുട്ടികൾ പറഞ്ഞു, ഇനി സാറേ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ വിളിച്ചോണ്ടിരിക്കുകയാണ് അവിടുത്തെ ടീച്ചർ. നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട്. ആരുണ്ടോ പറഞ്ഞാല് നമുക്ക് ഇവിടെ പറ്റിയ സുഹേലെ ഒരു CBSE ടീച്ചറെ കൊടുക്കാണ്ടോ സോഷ്യൽ സയൻസിന് പറ്റിയ? പുഴ മൊത്തം നിറഞ്ഞെടുക്കുക ഗൈസ്. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ്. വിളിക്കല് നല്ല ഭംഗി. ഇവിടെയാണ് ഞാൻ പഠിപ്പിച്ച ആ സ്കൂള്. അവിടെ ഇവിടെ വരെ ഓടി വരും. ആ 1/2 മണിക്കൂറോടെ. ആ കാണാനാണ് നമ്മളെ മഹ്ലറ പബ്ലിക് സ്കൂൾ. എന്തും കിട്ടിയ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നോക്കിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പീടിയാട്ടോ. ഇവിടെ 5 രൂപേന്റെ ചായയും കടിയൊക്കെ. ഇവിടെ 5 രൂപ 6 രൂപ എന്താ നമ്മളെ സ്കൂൾ മാനേജർ ആക്കാണ്ട് കേട്ടോ. ഇതായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പള്ളി. അവിടെ ഹയർ സെക്കൻഡറി ഗസ്റ്റ് ആയിട്ടൊക്കെ അതെ, ആ സ്കൂൾ അവിടെ നല്ല ചവിട്ടണേ. സ്കൂളിന്റെ അടുത്ത് സ്കൂളൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. മുന്നിലെത്തില്ല, അതിന്റെ ബോർഡ് കാണിച്ചാൽ ഇതാണ് എന്റെ ബോർഡ് കേട്ടോ. മഹ്ലറ പബ്ബ ചവിട്ടുന്ന്. യെസ്, നേരെ അങ്ങോട്ട് പോയിട്ടാണ്. നല്ല അടിപൊളി ഭംഗിയുള്ള ക്യാമ്പസ് ആണ് ഇവിടെ. സ്കൂളും കോളേജും ഒക്കെ ഉണ്ട് ഇപ്പൊ നിലവിൽ. ഇവിടെയാണ് ഞാൻ ആദ്യം പഠിപ്പിച്ച സ്ഥലം. പിന്നെ ദിവസം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അതാണ് കേട്ടോ ആ വണ്ടി ഇവിടെ റൈറ്റ്. കടന്റെ പേര് താരങ്ങളി. ഇവിടുന്ന് ആൾക്കാർ വരുന്നേ. തന്തമൂടൊന്നല്ല ഇത് മറ്റേ തന്നെ. ഇത് ചെമ്മീൻ പൊറാട്ട ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ. അങ്ങനെയാണല്ലേ. നല്ല പുഴ താഴെ പോണ സൈഡില്. സുമഹാസിതേ അപ്പം കാര്യമായിട്ട് ആൾക്കാർ ട്രൗസർ ഇട്ട് വന്നാൽ മതി. ഇവിടെ അതിന് വലിയ അറിഞ്ഞു കൊടുക്കേണ്ടല്ലേ ഈ സ്പേസിൽ. കാണട്ടെ ഇവന്റെ മസിലേ. അല്ല, ട്രൗസർ ഇട്ട് വന്നാൽ മതിയിരുന്നു. ട്രൗസറോ ഇപ്പണ്ടല്ലോ വലിയ ഇരിക്കണോക്ക്. അല്ല കറക്റ്റ് ടൈം. സാദിക്ക്. അസ്സലാമു അലൈക്കും. ഒന്നെങ്കിൽ ആരുടെ ആളെ കൊണ്ട് എടുപ്പിക്കുക. അണ്ണാ എക്കണോമിക്സ് ശരിക്കും BA എക്കണോമിക്സ് കഴിഞ്ഞ ആളാരെന്നറിയോ? അണ്ണനാണ്. ഇതൊന്നും കഴിയാത്ത ആളാ ഞാന്. നമുക്ക് എക്കണോമിക്സ് ഇത് മാത്സ് കൊടുത്തേക്ക്. പുറമെ നമ്മള് മാത്സ് അല്ലേ. ഒരു ലൈവിന് മുമ്പ് ഒരു കഫീൻ അടിച്ച് കയറി കോഫി അടിച്ച് കയറി അല്ല മാത്സിലില്ല. ഒരു മട്ടത്രികോണത്തിന്റെ മിസ്റ്റേക്ക് അറിയില്ല. ഇന്നത്തെ ഹൈലൈറ്റ് കഫീൽ.
ഇതുവരെ ഉള്ളതില് അല്ല സെലിബ്രിറ്റി ഇരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കട്ടെ നാട്ടിൽ കളിപ്പിക്കാനുള്ള ഫോളോവേഴ്സ് ഉള്ള ആളല്ലേ ആ സാധനം എനിക്ക് വേണ്ട ഇത് വെറുതെ വർത്താനം പറയാം കോളേജിലേക്ക് വിളിച്ചേ ഇതാ വെറുതെ വർത്താനം പറയാം നാട്ടിൽ വൻ കളിപ്പിക്കൽ കളിക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്തു അങ്ങനെ ഇത് കളിക്കല് വേറെ ഇത് ദ്വീപിലേക്ക് കയറും ലക്ഷദ്വീപ് അടുത്ത ബിസിനസ് ഓണായി കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ അതൊക്കെ ഒരു കലയാണ് എന്നെ കൊണ്ട് നടക്കൂല പലതും ചെയ്യും നമ്മളെ കണ്ട് വരും അടുത്ത പറയും പിന്നെ ഒരു ചുണ്ടപ്പുറത്ത് ഓലെ ഐതയുടെ ചെലവ് ഇന്ന് തമ്പതാ അതെ ഓക്കെ പ്രേക്ഷകരുടെ പിടിച്ചോ എന്താ കടിയുന്ന വേണ്ടി അവർക്ക് പുട്ട് പൊറോട്ട ഒരു പുട്ട് പൊറോട്ട എന്റെ അന്റെ അപ്പുറത്ത് ഞാൻ മുട്ട അയച്ചു 2 ദിവസം മുട്ട എടുത്തോളൂ ആകെ ലൈവില് 10 ആളെ വരും എത്ര പറഞ്ഞിട്ട് കൂടുതൽ കണക്കില്ലേ ഒന്ന് കാറിലാ കാറോ ബൈക്കോ ഓ ശരി നാട്ടിൽ പോകാതെ ഇവിടെ നിന്ന് സമയത്തിന് 2 പൊറാട്ട 2 പറഞ്ഞ വാക്കുണ്ട് അനീന വന്നിട്ട് ഞാൻ തീറ്റി നിർത്തും അനക്ക് വേണ്ടിട്ട് ഞാനുണ്ടോ ചായ കുടിച്ചോണ്ട് ഗേൾസിന് മാത്രം എടുക്കല് എന്നോട് ഇയാടെ പോയി നിങ്ങൾ എടുത്തോ ഞാൻ എത്തുന്ന കഴിഞ്ഞല്ലേ നീ ക്യാമറമാനായി 2000 എത്ര രൂപ ബില്ല് 2037 ഞങ്ങളുടെ കൂട്ടത്തിലെ സെലിബ്രിറ്റിയും 2500 ഫോളോവേഴ്സും ഒരുപാട് യുവാക്കളെയും യുവതികളെയും സ്വാധീനിച്ച ഐദ റൈസലിന്റെ തന്നെ ബില്ല് കൊടുക്കുക 2034 ഡിവൈഡ് ചെയ്യുമ്പോൾ പൈമാക്സ് ഓ 3 അല്ല ഇവിടെ 2030 ഡിവൈഡ് ചെയ്യാൻ ഇത് ചെയ്യണ്ടേ സ്പ്ലിറ്റ് എല്ലാരും എന്റെ കൂടെ ഉള്ളല്ലോ ഞാൻ ഇതാ വീട്ടിലേക്കുള്ള വഴി കാണിക്കും അപ്പോ ഇന്നത്തെ പരിപാടി വീട്ടിലേക്ക് വഴി ഇന്നത്തെ റാത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് കംപ്ലീറ്റ് പണം കൊടുത്ത ഐതന്റെ വീട് അടുത്ത സ്റ്റോപ്പ് ഐദാ സോം ഹായ് ഐദ സെലിബ്രിറ്റീസ് കാണുന്നുണ്ട് ഐദ നാട്ടിലെ ആളുകളാണ് അയൽവാസിയാ സാധാ 2 എക്സ്ക്ലൂസീവ് ആണോ അല്ല ഈ മൗസ് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് അല്ല ഞാൻ 2 തേച്ച് ഇതെന്റെ ആഷിക്കിന്റെ മൗസ് ആണല്ലോ കാർ ഐദ അല്ല ഒളിപ്പം നമ്മളെല്ലാരും ഐദന്റെ വീട്ടിക്കാം പാവം ഇവരൊക്കെ പിന്നെ നോക്ക് അച്ചങ്ങായിമാര് പോയിക്കോട്ടെ ഒലിക്കൊന്നും ലീവില്ല ഒരു പ്രൊഫഷണൽ കോളേജ് ആണെന്നില്ല നീന്തി പോണ ആൾക്കാർ നോക്ക് 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 അല്ല എന്റെ അനിയത്തി ഇന്ന് കോളേജിൽ പോകണ്ടോളൂ ഞങ്ങളൊക്കെ വാട്ടർ പ്രൂഫ് അതിന്റെ അതല്ല ഒന്ന് ലീവ് പ്രഖ്യാപിച്ചാ പിന്നെ പേടിക്കണ്ടല്ലോ സംഭവം സേഫ് അല്ലേ Okay guys, follow me. വാവ് നിന്റെ ഗ്രൗണ്ട് എന്താണ് കുളമാണോ മറ്റേത് നിങ്ങൾക്ക് കുളം വേണോ ഗ്രൗണ്ട് വേണോ ചോദിച്ചാല് വൈബില് അടിപൊളി സ്ഥലം കേട്ടോ എല്ലാരും 3 ഊര് അല്ലേ അട്ട അട്ട ഉണ്ടാവും അല്ലേ ഞാൻ ശരിക്കും ദ്വീപിലുണ്ടാവില്ല ഇവിടെയും വെള്ളം കയറും അവിടെയും വെള്ളം കയറും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വരൂല മഴ നാട്ടിലെ പള്ളി എന്താ എന്റെ വീട് ബാക്കിലുണ്ടോ പീപ്പിൾ ഇവിടെ നോല് വന്നോട്ടെ ഓക്കെ പോട്ടെ ഓരോരുത്തർ വരുന്നുണ്ട് വിട്ടോ വണ്ടി വിട്ടോ ഓക്കെ ഇതര വീട്ടിലേക്ക് ഇതാ പോവുകയാണ് ഗൈസ് അതാ പയറുവർഗ്ഗങ്ങളുടെ കൃഷി കാണുന്നുണ്ട് നമുക്ക് എങ്കിൽ നമുക്ക് എന്തെല്ലാം ആ കൃഷികളെ പറ്റി വിശദമായി പരിശോധിക്കാം ഉറുമാൻ പഴമൊക്കെ പറയുന്നുണ്ട് പോയി വെക്കാം തള്ളാണോ സാധനം ഉണ്ടോ എന്നുള്ളതൊക്കെ
ഉണ്ടോന്ന് അറിയില്ല. അതെ ആയി ചക്കയുണ്ട്. ആ അതാ അല്ല മറ്റേ സാധനം ചെറി ചെറി ഇവിടെ നാരങ്ങ ചെറി 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 ചെറി. ഓ പക്ഷെ അത് കറു. കറുത്തത് എന്നാലും നമുക്കൊന്ന് പറിച്ച് കഴിച്ചു നോക്കാം. പണ്ട് ഇതേപോലെ ഒരു ചെറിയ പൊക്കിയതിന് സ്കൂളിൽ തന്നെ പൊക്കിയുണ്ട്. അതുകൊണ്ട് അത് മധുര പ്രതികാരം. പപ്പായ മതിയോ? ഇതെങ്ങനെയുള്ളത് നമുക്ക് ടേസ്റ്റ് നോക്കാം. അഹമ്മദ് മൻസിൽ ചുമ്മടെ നീറ്റിയില്ല. അല്ല റഹ്മത്ത് ഉണ്ടല്ലോ എടേ വെറുതല്ല ഓഫീസിലൊന്നും കാണാത്തല്ലേ. അത് എന്റെ കുപ്പി ഓഫീസിൽ വന്നേ ഉള്ളൂ. റംബൂട്ടാൻ ഇടുന്നത് ഇവിടെ ഏത് ഇവിടെ പറിക്കാണ്ട് അന്ന് കാണിച്ചോണ്ടാ. ഞാൻ പറിച്ച എവിടുന്നാ? ഇതവിടെ ആ ഹൈഷ് 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 കേറിനോട് തന്നെ റംബുട്ടാനെ പിടി. ആൺ റംബുട്ടാനുണ്ട് പെൺ റംബുട്ടാനും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിവേചനം ഞാൻ പറിച്ചു കഴിക്കാണ് പോണേ. അമ്മേ റിസ്ക് എടുക്കുന്ന നമ്മൾക്ക് ആ ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്ന. ഇത് ആൺ റംബുട്ടാനാണോ പെൺ റംബുട്ടാനാണോ? ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം. ഒരു മഴത്തുള്ള ടേസ്റ്റ് ആണെങ്കിൽ അതൊരു ആണായിരിക്കും. അത് കുത്തു വെച്ചതാ മച്ചി. അമ്മേ അയ്യോ അയ്യോ ക്യാമറാമാൻ ഇപ്പൊ താഴ്ത്തിയേനെ. ആ കറക്റ്റാ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഐഷ് ഓ നോക്കട്ടെ ക്യാമറാമാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ കഴിവില്ല. ഇതിലേതാ വീണ്? ഇതിലൊന്നും ഒന്നും ഇല്ലല്ലോ. അല്ല പുളിമധുര. കിട്ടുണ്ടോ കിട്ടുണ്ടോ? ആ നമുക്ക് എല്ലാവർക്കും ഓരോന്ന് കൊടുക്കാം. നല്ല ആയതാ. അമ്മേ ഞാൻ ഉഗൂലേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. നല്ല നാടൻ സാധനം. വാ ചെറിയ ചെറിയ ആക്കാനുള്ളത്. യു വാണ്ട് ദിസ് റംബൂട്ടാൻ? ടേക്ക് വൺ. യു ടേക്ക് ദാറ്റ് ഗുഡ് വൺ. എല്ലാവർക്കും ഓരോന്ന് കൊടുക്കും. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അത് കിട്ടിയില്ല. ഒന്നുകൂടി സാധനം കഴിഞ്ഞില്ലേ? ആദ്യം നമ്മളിങ്ങനെ ഒരു കടി അടിക്കാം. അപ്പൊ ഇതിന്റെ സൈഡ് കയറി ഇതൊക്കെ കണ്ടോ റംബൂട്ടാൻ? താനൂരൊന്നും കിട്ടൂല. പുളി ഉണ്ടോന്ന്? ഒറിജിനൽ അല്ലേ, മായം ചേർക്കാത്ത. അതിന്റെ ഗുണം ഇങ്ങനെ കിട്ടണ്ടോ? ഒരു സംശയമില്ല. അതങ്ങനല്ല, അങ്ങനെ ആക്കിയാ കിട്ടും. നമ്മള് ഒരു മധുരമുള്ള റംബൂട്ടാനല്ല, ഇത് ഓർഗാനിക് ആണ്. അപ്പൊ കുറച്ച് ഇതൊക്കെ ഉണ്ടോ? പുളി വേറൊന്നുമില്ല. അപ്പൊ കണ്ടോ മൈക്കിനാ ഇത് ശരിക്കും കഴിക്കും. അച്ചാറൊന്നും പോലെ അമ്മരി വിളി നല്ല ടേസ്റ്റ്. ഒരു കുഴപ്പമില്ല, നല്ല സാധനം. അതേപോലെ തന്നെ റംബൂട്ടാൻ പെട്ടെന്ന് നമ്മളിപ്പോ ഇത് റംബൂട്ടാനോട് ആദ്യം പറയാ കൃഷി വിദഗ്ധനും നമ്മുടെ നാട് അവാർഡുമായ കർഷകരോട് സംസാരിക്കാം. മൈക്ക് കൊടുക്കൂ. അതല്ല മൈക്കോട് എന്താണ് ചെയ്യല് സാധാരണ രീതി? എന്ത് ഈ തോട് പൊട്ടിക്കൽ ഞാൻ ചിരിക്കും. രണ്ട് മൂട്ടിലും ഒരു മട്ടം കൊടുക്കാം. ഇനി ഒരു പ്രശ്നം. ഇനി റംബൂട്ടാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഐഷക്ക് ഒരു റംബൂട്ടാന്റെ പോയി ഏതാ ജെൻസി? ഇതോ ഇതെന്താ സ്കൂൾ യൂണിഫോമോ? പോണത് ഞങ്ങള് സ്കിന്ന് പാൻറ്റോ? അത് എന്റെ കംഫർട്ട് ഫിറ്റാ. പൂരാണോ? നാല് നീ കുറച്ച് അണിയെ കുറിച്ച് കണക്ക് വയ്ക്കാം. ഒന്നൊന്ന് ഇത്ര ഒരു പൈമാക്സ് നമ്മളവിടെ നിലമ്പൂർ ഒരു കല്യാണത്തിന് ഒരു കാക്കാരെ ഡാൻസ് എടുക്കാൻ വീഡിയോ എടുത്ത് എന്നിട്ട് അവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന
എഫക്ട് കിട്ടണോ വീഡിയോയിൽ എഫക്ട് ഉണ്ടോ അതെ ക്വസ്റ്റ്യൻ പറയട്ടെ ഇടക്ക് ആനന്റെ വെയിറ്റ് 650 കിലോഗ്രാം എന്നിട്ട് അതിന് മുകളിൽ ഒരു ജിറാഫിന് വെച്ച് ജിറാഫിന്റെ വെയിറ്റ് ½ X അതായത് ആനണ്ട അതൊക്കെ നിങ്ങൾ വിചാരിക്കാം മോനെ ഈ ക്വസ്റ്റ്യൻ ഒരു 2 കൊല്ലം മുന്നേ കൊടുത്താൽ നാളത്തേക്ക് ഉത്തരം കണ്ടെത്തരും 3x വെയിറ്റ് ഉള്ള ഒരു 3x വെയിറ്റ് ഉള്ള ഡിനോസറും കൂടി അതിന്റെ മുകളിൽ വെച്ച് അങ്ങനെയാണെങ്കിൽ 1.3x വെയിറ്റ് ഉള്ള കോഴി അതിന്റെ താഴെ വെച്ചാൽ മൊത്തം വെയിറ്റ് എത്ര കൺഗ്രാറ്റുലേഷൻസ് ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു ഗുഡ് ബോയ് അതെ ഇത്രയും വിദഗ്ധമായി തെറ്റിച്ച് ഉത്തരം പറഞ്ഞു ഇത്രയും ചളി അടിക്കുന്ന കൂട്ടത്തിലും ഇന്റലിജന്റ് ആണ് സ്വയം കാണിക്കാൻ സുഡോക്കോൽ എന്തൊക്കെ എഴുതി ഒരിപ്പിക്കുന്ന ഷാമിൽ ആർക്കും ഒന്നും അറിയാത്തതുകൊണ്ട് എല്ലാവരും പറയും ഇത് നല്ലത് സുഡോക്കുവിനെ കുറിച്ച് 2 വാക്ക് പറയും. ജാപ്പനീസ് ഗെയിം സഹദ് പറഞ്ഞ എന്താ അറിയോ പണ്ട് ബാലരമേൽ വരുന്ന സുഡോക്ക് ഉണ്ടായിരുന്നു ആ സുഡോക്ക് പൂരിപ്പിച്ച് അയച്ചു കൊടുത്തിട്ട് സഹദിന് സമ്മാനം കിട്ടി എല്ലാ വീക്കിലും അയച്ചു കൊടുക്കും ആ സമ്മാനം കൊണ്ട് മാത്രം അരി പുകഞ്ഞ അടുപ്പായിരുന്നു അല്ല അടപ്പല്ല അടുപ്പായിരുന്നു അങ്ങനത്തെ ഒരു അടുപ്പുണ്ടായിരുന്നു എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒറ്റ വട്ടം അടിക്കില്ലല്ലോ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ടാവും എനിക്ക് ഏറ്റവും ഇത് ഇൻസ്ട്രോം ബോക്സ് മൈക്കൊണ്ടാകും അത് പറയുമ്പോൾ വോയിസ് അപ്പോ എടുത്ത് കുത്തിയോ ആ ബാലരമനെ ഞാൻ ഇന്ന് ഓർക്കുന്നു. അല്ല ബാലരമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂത്രം ശരി സൂത്രന്റെ ഓരോ പോയി ബാലരമ അല്ല ബാലഭൂമിയിലാണ് സൂത്രം ശരി വെച്ച് വെക്കണോ ബാലരമയിലാണ് സൂത്രം ശരി വെച്ച് വെക്കണോ ബാലരമയിലാണ് സൂത്രം ശരി എടാ എവിടെയാണോ ബാലരമയിലാണോ ബാലഭൂമിയിലാണോ ബാലഭൂമിയിൽ എലുമ്പനും മറ്റൊരാ എലുമ്പനോ അങ്ങനെ ഉണ്ടാക്കുക മീശ മാർസനും എലുമ്പനും ബാലഭൂമിയില് 90s കിട്ട എന്നോട് ഈ ജെൻസി നമ്മള് 20K കൊണ്ട് നമുക്കറിയില്ല യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അല്ല ചോദിച്ചു 20K ഈ അവസരം ഹണി ടേക്ക് വീഡിയോ യു ആർ ടേക്കിംഗ് വ്ളോഗ് റൈറ്റ് ആപ്പിൾ എന്നാ തടിക്കുന്നു അന്റെ നിതംബം മാറ്റി കൊടുക്ക് കാണേണ്ടത് നാടനാ കർമ്മസ ആന്ന് പറയണ്ടേ അപ്പോഴല്ലേ ഒരു അപ്പൊ ഇത് കർഷകനും കൂടിയാണല്ലേ. ഇറങ്ങാം ഞങ്ങളിത് കഴിച്ചിട്ട് ഹൗസ് ടൂർ ഇറക്കാം വർക്കെടുക്കണ്ടേ നാളെ 6 മണിക്ക് പോവുകയുള്ളൂ സാധിക്ക് നേരെ പോയി പഞ്ചും ചെയ്യും എന്നിട്ട് മാളിലൊക്കെ ഒന്ന് കറങ്ങി മാളിൽ കറങ്ങിയ സീനാ കുട്ടികൾ വന്നിട്ട് അവിടെ ഭയങ്കര സെക്യൂരിറ്റി ഇഷ്യൂ സെക്യൂരിറ്റി പ്രോബ്ലം അതല്ല ഞാനേ എന്റെ അമ്മനെ പറ്റി 2 വാക്ക് പറയും മറ്റേ സോയില അല്ല ഇനി പണ്ടത്തെ കോമൺ ഉണ്ടല്ലോ തിന്നും മാറിയിട്ട് അതിലെ കിട്ടില്ലേ എന്റെ ഉമ്മയെ പറ്റി 2 വാക്ക് പറയും ഉമ്മ പറക്കുന്ന കാക്കയാണ് ഇതാണ് എന്റെ മമ്മ ഇങ്ങനെയാണ് മമ്മ പക്ഷെ ഇപ്പോൾ നമ്മളെ പുതിയ ഡിസൈൻ നല്ല രസമല്ല പണ്ട് എന്തൊക്കെയോ കാട്ടിയ ഗുഡ് ഫ്രണ്ട്സ് തിക് ഫ്രണ്ട്സ് നാഫി അങ്കുല ചെറുപ്പത്തിൽ ഫ്രണ്ട് ലാസ്റ്റ് എന്നെ ചെരുപ്പൂരി ഓടിച്ചു വിട്ടവരുണ്ട് നല്ല കർമ്മൂസ ആപ്പിളും അടിയാമാരിങ്ങനെ ഇരിക്കും. അവരെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഇങ്ങനെ ഇരിക്കണേ. ഞങ്ങള് പിന്നെ പണ്ട് ഒരു ഇതൊക്കെ പുറത്തുവന്നാലേ അപരിചിതനോ ബ്രഹ്മയുഗം അതേപോലെ അപ്പൊ ആ ഒരു കാലത്തെ പറ്റി എങ്ങനെ പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എങ്ങനെ പറഞ്ഞു ഞങ്ങളൊക്കെ അത്തായ പക്ഷിക്കാരുണ്ടോ എന്ന് വെച്ച് വാതിലടിക്കണ കുടുംബക്കാർ ഞങ്ങളൊക്കെ ഞങ്ങള് പണ്ടേ മിഡിൽ ക്ലാസ്സാ ഓവർ വയസ്സിലെ മറ്റേ കുറവില്ല 40 ഏക്കർ സ്ഥലം അതുപോലെ തന്നെ കോറികൾ
പിന്നെ അറവുശാലകൾ, ലോറികൾ, ഓട്ടോറിക്ഷകൾ. ഇവിടുത്തെ റിയൽ പൈസക്കാരൻ ആരാ അറിയാം? ഷാമില. കണ്ണാശത്ത് 35 ഏക്കർ സ്ഥലം. ഭൂമാഫിയ. ഇവിടെ ഏറ്റവും മനസ്സുകൊണ്ട് റിച്ച് ആരാ അറിയോ? അത് ഞാനാ. അതാ വയറ് കണ്ടറിയാം. വയറുകൊണ്ട് റിച്ച് എന്ന് പറഞ്ഞാൽ പക്ഷെ ഞാൻ എന്നെ പറ്റി ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിന് പൈസ കൊടുത്താൽ കിട്ടുന്ന പീഡിയയില് കിട്ടാത്തൊന്നല്ല, കായ് ഇറക്കണോ? എന്റെ പൈസ ഉണ്ടല്ലോ ഗ്ലോ ആയി കിടക്കണം. അണ്ണ പപ്പായ വീട്ടിൽ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടില് പക്ഷെ അന്ന് വീട്ടിൽ വന്നപ്പോ തിന്നില്ലല്ലോ. മണലല്ലേ? എന്താ മണല് വരെ എന്താ കടലേ? മണല് നല്ല ഉണ്ടാവും ഈ ഒരു മണല് സോയിൽ അല്ല ഫെർട്ടൈൽ സോയിലാ. ഇതൊക്കെ പുറത്തു പോയാൽ ശരിയാക്കാടാ ഇത് പറട്ടിൽ കട്ട പറ്റേ അടി പോവും. പക്ഷെ ഓന് മാക്സ് അടിച്ച ആളല്ലേ? അനിയന്റെ ഒക്കെ പണി ഒഴിവാക്കിട്ട് എന്തിനാ ഒരു മനുഷ്യന്റെ പണി ഒഴിവാക്കിട്ട് ഇങ്ങനെ അസല സാറിന് NSS ഇഷ്ടല്ല. ഈ ഒരു അവസരം എനിക്ക് ഓർമ്മ എന്ന് പണ്ടത്തിന്റെ കുട്ടിക്കാലാണ്. ഒരു അങ്ങനല്ല, ഒരൊറ്റ തീന്മേശ, അതിലൊറ്റ പാത്രം, അതിൽ നിറച്ച് ഫ്രൂട്ട്സ്, ആപ്പിള്, ഓറഞ്ച്. എന്റെ കസിൻസ് ആരും ഫ്രൂട്ട്സ് കഴിക്കില്ല, ഫുൾ കഴിക്കും ഞാനാ. പക്ഷെ ബർബറി കൊള്ളാട്ടോ. ലണ്ടൻ ഇംഗ്ലണ്ട് വയറ് കുറച്ച് എക്സ്ട്രാ ഉണ്ടെങ്കിലും ബാക്കി കൊള്ളാം. ആ വയറല്ല, ഞാൻ പള്ളി ഉദ്ദേശിച്ചു. ആ വള്ളി കാണുമെങ്കിൽ ഓർമ്മ വരുന്നത് ഒന്നുമില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ സാധനം പ്രത്യേകം എന്താ സാധ, എന്റെ കണ്ണുകൾക്ക് ഒരു കാന്തിയത. എന്താ ഇതാ ചോദിച്ചു പറഞ്ഞെങ്കിൽ മനസ്സിലായി പോവാനായില്ലേന്നല്ലേ. ഒന്ന് ഒച്ചവിളി ഉണ്ടാക്കാതൊന്ന് ഇറങ്ങിപ്പോ. അത് കുഴപ്പമില്ല. അയ്യ കുളിക്കാൻ തുടങ്ങി. എന്തിനു കുളിക്കാൻ? എന്തിന് കുളിച്ചില് മേക്കപ്പ് മസ്റ്റാ. മാമേ ഏതാ കോസ്റ്റ്യൂം ഏതാ അന്നത്തെ കോട്ട? എടാ കഴിഞ്ഞ ഒരു മണിക്കൂർ നമ്മളിവിടെ, അതുകൊണ്ട് നിങ്ങൾ ആ സമയത്തെ മാനിച്ചുകൊണ്ട് എന്താ കംപ്ലീറ്റ് ആക്കി അവിടെ കാലിയൊക്കെ ഇറങ്ങാതെ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി വൈൻഡ് അപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിഹാൽ സാർ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൺസേൺ കമന്റുകൾ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് നമ്മുടെ മനോഹരമായ സുന്ദര മൊമെന്റുകൾ നിങ്ങളിലേക്ക് എത്തിയായിരിക്കും. അടുത്തൊരു വീഡിയോ വരെ കാത്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.